അപ്പോൾ ആദ്യമേ തന്നെ ഡയനയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ്. കാര്യം ഡയന നമ്മുടെ 3 ഡേയ്സിന്റെ സെഷൻസ് അറ്റൻഡ് ചെയ്തു ആൻഡ് സക്സസ്ഫുള്ളി ഡയനയുടെ ഇന്റർവ്യൂ പാസ്. യെസ്. ഡയന രണ്ടും വെയിൽസ് ആൻഡ് NW അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ, അതോ ഏതായിരുന്നു ഡയനയ്ക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നത്? ആക്ച്വലി ഞാൻ നോർക്ക റൂട്ട്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായി സാർ. എനിക്ക് പക്ഷേ ആ, ഞാൻ ഷോർട്ട് ലിസ്റ്റ് പോലും ആകാത്തൊരു കാൻഡിഡേറ്റ് ആണ്. ഓക്കെ. ബട്ട് ആക്ച്വലി എങ്ങനെ NWന് വേണ്ടിയിട്ട് ഞാൻ പോയി അവിടെ അബുദാബി ചെന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഇടയിൽ തന്നെ എനിക്ക് വേറെ മെയിൽ വന്നു വെയിൽസിലേക്കുള്ള റെഡി ഓക്കെ. ആണോ എന്ന് ചോദിച്ചു. സോ ഇത് രണ്ടും 2 ദിവസം പെട്ടെന്ന് നടന്ന കാര്യങ്ങളാണ്. എനിക്ക് സോ ഓർമ്മയുണ്ട് പടപടയെന്ന് നമുക്ക് മെസ്സേജ് അയച്ചത്. അതിനു മുന്നേ ഞാൻ മാഞ്ചസ്റ്റർ ഒരെണ്ണം മാഞ്ചസ്റ്ററിന്റെ ഒരു ഇന്റർവ്യൂ വന്നു. എനിക്കറിയത്തില്ല, എന്റെ ഒരു ഓൺ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അങ്ങ് ചെയ്തു. ഉം. ഞാനൊരു ഇന്ത്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ അവർ ചോദിക്കുമ്പം എക്സ്പ്ലനേഷൻ, ആ കോർഡിനേഷൻ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ സാറിന്റെ 3 ദിവസത്തെ ക്ലാസ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ക്ലാസ് കഴിഞ്ഞിരുന്ന് ആലോചിക്കണം ഞാൻ എന്തെല്ലാം പൊട്ടത്തരായിരുന്നു അന്ന് മാഞ്ചസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടാവുക. ഇങ്ങനെ ആ, ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുമ്പോൾ വേറൊരു രാജ്യത്തിരുന്ന് അവരുടെ കൾച്ചറിനെ വെച്ചിട്ട് ഞാൻ എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്നൊക്കെ തോന്നി ഭയങ്കരമായിട്ട് സെൽഫ് ബ്ലെയിം ചെയ്തിട്ടുള്ള സമയമുണ്ട്. ഉം. പക്ഷെ സാറിന്റെ 3 ഡേയ്സ് ക്ലാസ് എനിക്ക് മനസ്സിലായത് UK സിസ്റ്റം വെച്ചിട്ട് എങ്ങനെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാം. ഉം. അങ്ങനെ ഒരു മറ്റേത് ആ ഒരു ഇന്ത്യൻ എക്സ്പോഷറും, എനിക്ക് UAE എക്സ്പീരിയൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ UAEയിലും നമ്മൾ വർക്ക് ചെയ്തതെല്ലാം ഇന്ത്യൻസിന്റെ കൂടെയാ. അപ്പൊ ഉം. നമുക്ക് ആ UAE കൾച്ചർ അഡാപ്റ്റ് ചെയ്യണേന്ന് വരെ നമ്മൾ അവിടെ ഇന്ത്യൻ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ ചെയ്തത് അവിടെയും പോയിട്ട്. പോയിട്ടുണ്ടായിരുന്നു, യു മനസ്സിലായി. കെയിലുള്ള ഒരു മെഡിക്കൽ സിസ്റ്റം, അവിടുത്തെ പ്രൊഫഷണലിസം, അവിടെ ഒരു പേഷ്യന്റിനോട് എങ്ങനെയായിരിക്കും നമ്മൾ ഇന്ററാക്ട് ചെയ്യണം, ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ എക്സ്പോസ് ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം, ഇഗ്നോർ ചെയ്യണം, അതിനെക്കുറിച്ച് എനിക്ക് മൈൻഡിലുണ്ട്. പക്ഷെ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഉം. നമ്മൾ കണ്ട പേഷ്യൻസും നമ്മൾ കാണുന്ന ആളുകളും എല്ലാം നമ്മുടെ ആളുകളൊക്കെ തന്നെയാണ്. സോ അതെ. അവർക്ക് ഇങ്ങനെ വലിയ ഒരു കുറെ സോറി പറയേണ്ടതോ കുറെ താങ്ക് യു പറയേണ്ടതൊന്നും ഔപചാരികതയാണ്. ആക്ച്വലി അവർ ചോദിക്കും നമുക്ക് വട്ടാണെന്ന്. പക്ഷെ ഒരു UK സിസ്റ്റം വന്നപ്പം ഉം. എല്ലാ കാര്യത്തിനും റിക്വസ്റ്റ് ചെയ്യുക, എല്ലാ കാര്യത്തിനും പെർമിഷൻ എടുക്കുക, അത് വേറൊരു, അതെ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. എനിക്കത് കുറച്ചുകൂടെ സാറിന്റെ ക്ലാസ് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആക്ച്വലി സ്ട്രെയിറ്റ് പോകുന്നതും ഓക്കെയാണ്, പക്ഷെ സ്ട്രെയിറ്റ് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു റോഡ് യാത്ര പോലെ തോന്നി. കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ട്രാവൽ ചെയ്താണൊക്കെ തോന്നി. ദാറ്റ്സ് ഇറ്റ്. അതെ, അത് വെരി കഴിഞ്ഞിട്ട് ഞാൻ ആൻസർ എടുത്ത് വെച്ചിട്ട് ഞാൻ എന്റെ ഓൺ ആൻസർ എഴുതും. രണ്ടും കൂടെ കമ്പയർ ചെയ്തും അതിനെ മിക്സ് ചെയ്ത് ഞാൻ ബെസ്റ്റ് ഒരു ആൻസർ ഉണ്ടാക്കും. കാരണം ഗുഡ്. ആളുകൾക്ക് തോന്നരുത് എല്ലാവരും ഒരേപോലുള്ള ആൻസർ കൊടുക്കുന്നതോ അതെ. എല്ലാവരും സെയിം എക്സാമ്പിൾ കൊടുക്കണേ ഒന്നുമില്ല. ഞാൻ എന്റെ ഓൺ എക്സ്പീരിയൻസ് എഴുതി വെച്ചിട്ട് സാർ ഉം. എങ്ങനെ അതിനെ എക്സ്പീരിയൻസ് ആ UK സിസ്റ്റത്തിൽ വെച്ചിട്ട് എങ്ങനെ പറയാൻ പറ്റും, അത് ഞാൻ ഇങ്ങനെ എഴുതി പേപ്പറിൽ വെച്ച് തന്നെ വായിച്ചു. വായിച്ചു, വെരി ഗുഡ്. പിന്നെ നമ്മൾ സ്വന്തം കാര്യം പറയുമ്പോൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല സാർ. ആവശ്യമില്ല. നമുക്ക് ആ റൂട്ട് അതെ. അറിഞ്ഞാൽ മതി, അതെ, എനിവേ ബാക്കി നമ്മൾ ആ നമുക്ക് സെഷൻ, സംസാരിക്കാൻ പറ്റും. അതെ, സെഷൻ നടത്തുമ്പോഴും ഞാൻ പറയാറുള്ള മെയിൻ തിങ്, ലൈക്ക് ഞാനൊരു എക്സാമ്പിൾ ആണ്, ഒരു സെനാരിയോ ആണ് പറയുന്നത്. നിങ്ങളുടെ എക്സാമ്പിൾ വെച്ച് പറയാനായിട്ട് അതെ, ഞാൻ ഓരോരുത്തരത്ത് മാക്സിമം ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറയാ, നിങ്ങളുടെ ഒരു അനുഭവം ഡെഫിനറ്റ്ലി, പറയാം. അപ്പൊ ഡെഫിനറ്റ്ലി ഈവൻ ഒരു സാർ. എക്സാമ്പിൾ ആകുമ്പോൾ നിങ്ങൾക്ക് അത് മറക്കാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. ആ ടേംസ് നിങ്ങൾ യൂസ് ചെയ്യും എന്തായാലും മെയിൻ ആയിട്ട്. രണ്ട് രണ്ട് ഇന്റർവ്യൂ സെഷനിലും 2 ട്രസ്റ്റ് 2 ഏരിയ ആയിരുന്നു സാർ. 2 ട്രസ്റ്റിലും ആക്ച്വലി എനിക്ക് തോന്നിയ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഞാൻ രണ്ടും ഇന്നാവുന്നവരെ ഞാൻ ഒന്നും മിണ്ടാതിരുന്നു. നമ്മുടെ ബെസ്റ്റ് ഡെലിവറി ചെയ്തു, നമ്മൾ വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഇന്റർവ്യൂ സക്സസ് ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തോന്നിയ ഏറ്റവും ബെസ്റ്റ് ഒരു അഡ്വൈസ് സാറ് പറഞ്ഞൊരു കാര്യം, ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ നീഡ്സ് ആൻ എക്സാമ്പിൾ. അതെ. അത് ഓൺ എക്സ്പീരിയൻസിന് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഈവൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, നമുക്ക് നഴ്സിംഗ് തിയറി അറിയില്ല, ഉം. ഓക്കെ ഫൈൻ, ആ ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ ഡയറക്റ്റ് കൊടുത്താലും മതി, അതെ. യു ആർ ഇൻ. അത്രേ. സിമ്പിൾ. അതെ. അത് എനിക്ക് മാഞ്ചസ്റ്റർ വന്നപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു സാർ. അത് ആ ഒരു സാറിന്റെ ആ എക്സാമ്പിൾ പറയുന്ന രീതി അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ആ ഒരു കാര്യം ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്തായിട്ടെ, ഗിവ് ആൻ എക്സാമ്പിൾ, ഒരു ബെറ്റർ എക്സാമ്പിൾ. കാരണം അവർ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഉം. അവരുടെ മനസ്സിൽ പോകുന്നത് നമ്മൾ ഒരിക്കലെങ്കിലും ആ സെനാരിയോ ഫേസ് ചെയ്തിട്ടുണ്ടോ. അതെ, എക്സാക്ട്ലി. അതാകുമ്പോൾ അതാണല്ലോ ജനറലി അവർ അവർ അറിയേണ്ടത്. ചോദിക്കുന്നത്, അതെ, ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. ഇൻഫെക്ഷൻ കൺട്രോൾ കടന്നു പോകാത്ത ഏത് സിറ്റുവേഷനാണ് നമുക്ക് ഡ്യൂട്ടിയിലുള്ളത്? ഇല്ല. അതെ. അതെ. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എത്രത്തോളം കമ്പാഷനേറ്റ് ആണ്, എത്രത്തോളം കൺട്രോൾഡ് ആണ് ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ, ഉം. പാനിക് ആവാതെ. അത് എത്രയോ സിറ്റുവേഷൻ പോയി. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് അറിയത്തില്ല. അതെ. ബട്ട് അതെ. എനിക്ക് ആ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ആ റൂട്ട് കിട്ടിയത് സാറിന്റെ 3 ഡേയ്സ് ക്ലാസ് ആവും ഡെഫിനറ്റ്ലി. എന്റെ വെരി. ഹസ്ബൻഡ് എപ്പോഴും പറയും, ഡയന മിസ് ചെയ്തെങ്കിൽ ആ ക്ലാസ്സിന് ഡയന കയറിയില്ലെങ്കിൽ ഡയന ഈ 2 എണ്ണത്തിനും കൂടെ പൊട്ടി. അങ്ങനെയാ പുള്ളി എന്നോട് പറഞ്ഞത്. അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു സാർ. അപ്പൊ ആരൊക്കെ വരുന്നുണ്ടെങ്കിലും, ഉം. ആരൊക്കെ ഇങ്ങനെ വരാൻ ആഗ്രഹിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ജസ്റ്റ് 3 ഡേയ്സ് ക്ലാസ് കൂടുക, സാറിന്റെ ആ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുക. ആ 3 ഡേയ്സ് ക്ലാസ്സിനെ മാക്സിമം നോട്ട്സ് ആയിട്ട് എഴുതുക, അത് ഡെയിലി വായിച്ചുകൊണ്ടിരുന്ന. എനിക്കൊരു മഗപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് അല്ല സാർ. എനിക്ക് ജസ്റ്റ് കാര്യം മനസ്സിലായാൽ മതി, എനിക്ക് ഡെലിവർ ചെയ്യാൻ അറിയാം.
പറ്റും. എന്റെ പ്രശ്നം എനിക്ക് ആ കാര്യം മനസ്സിലായില്ല, എങ്ങനെ അതിലൊക്കെ പോണോന്ന് അറിയത്തില്ലായിരുന്നു. സോ ഉം. യു ആർ ദ ബെസ്റ്റ്. ആ ഡെസ്റ്റിനേഷൻ കറക്റ്റ് പ്ലേസിൽ ഞാൻ കറക്റ്റ് ടൈമിൽ വന്ന് വീണു. അതെ, അത് നമ്മൾ ലൈക്ക് ഈവൻ സോ അത് ഡയനയ്ക്ക് അറിയായിരിക്കും, ഈവൻ അതിന് മുന്നേ ഒന്നും നമ്മൾ ഇന്റർവ്യൂ സെഷൻസോ ക്ലാസ്സസിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ലായിരുന്നു, ഇല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനേ വന്നിട്ടില്ല. കാര്യം യെസ്. എല്ലാവർക്കും നമ്മളൊരു ഡോക്യുമെന്റ് മതി, നമ്മൾ കാര്യം ബിക്കോസ് ദർ വർ ലോട്ട്സ് ഓഫ് ഇന്റർവ്യൂസ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ യെസ്. ഓക്കെ ആണെങ്കിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പക്ഷേ കംപ്ലീറ്റ്ലി അതെ. ഒരു വിത്തിൻ ഒരു ലാസ്റ്റ് ഇയറിൽ എല്ലാം മാറി മറിഞ്ഞു മൊത്തത്തില്. മാറി. ഒന്ന് ഭയങ്കരമായിട്ട്, എക്സാക്ട്ലി ഈവൻ സർ. ഡയന തന്നെ പറഞ്ഞല്ലേ, മാഞ്ചസ്റ്ററിൽ ഡയന എക്സ്പീരിയൻസ് ചെയ്ത സംഭവം തന്നെയായിരുന്നു. കംപ്ലീറ്റ്ലി സിറ്റുവേഷനെ മൊത്തത്തിൽ മാറ്റി. നമ്മൾ അത്രയും കോമ്പീറ്റന്റ് ആവേണ്ടി വന്നു ഡെഫിനറ്റ്. ഇന്റർവ്യൂസിനാണെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ ആ അതെ. 14 ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ എൻഡ് ചെയ്തത് ആ 2 ഇന്റർവ്യൂവിന്റെ സമയത്താണ്. ആ NHS വെയിൽസിന്റെയും അല്ലെങ്കിൽ അതെ. NWന്റെ. അതോടുകൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു. ഇപ്പൊ നമ്മൾ അഡ്മിഷൻ വരുന്ന ഉം. കുട്ടികൾ പറയാം, നിങ്ങൾ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇന്റർവ്യൂസ് ഒന്നും ഇല്ല. ഇന്റർവ്യൂസ് വരട്ടെ. അതെ. അപ്പൊ അവർക്ക് അതെ. നമ്മുടെ റെക്കോർഡ് സെഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഉം. പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൽ തന്നെ എല്ലാവരും അതെ. നന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാര്യം ഒരു ഉം. ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഓക്കെ ഫൈൻ, ഓഫ് കോഴ്സ് അവർക്ക് ഒരു സെഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും. അതിനൊരു ക്ലിയർ അതെ സർ. എക്സാമ്പിൾ ആണ് ഡയന ഇപ്പൊ പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ വാരി വലിച്ച് പറയുന്നതിനെ കാട്ടിലും അല്ലെ, ഇപ്പൊ ഡയനയ്ക്കാണെങ്കിലും അതെ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ പോയിന്റ്സ്, നമ്മളിപ്പോൾ റോൾസ് ഉം. പറയുകയാണെങ്കിലും കോൺഫിഡൻഷ്യാലിറ്റി ആണെങ്കിലും കുറെ അതെ. വാക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതല്ലേ? സേഫ് ഗാർഡിങ്. സാറ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡാട്രിക്സ് റിപ്പോർട്ടിന്റെ കാര്യം, ഞാൻ മാഞ്ചസ്റ്ററിൽ അവർ എക്സാക്ട്ലി അവർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും ഞാൻ ആ വേർഡ് അറിയായിരുന്നു സാർ, ഡാറ്റ് വേർഡ് അറിയാം, പക്ഷെ ഞാൻ അത് പറയാതെ നമ്മൾ ഡയറക്ട്ലി ഒരു ഗ്രീവൻസിൽ പോവുക, നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക ഇങ്ങനെ ചെയ്യുക. കാരണം ഞാൻ എപ്പോഴും ഒരു ഫ്രണ്ടിലിരിക്കുന്ന ആൾ ഇന്ത്യൻ ആണെന്നുള്ള രീതിയിൽ, ആ ഒരു കോൺസെപ്റ്റിൽ നമ്മുടെ രീതിയിൽ എക്സ്പ്ലനേഷൻ കൂടുതലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മലയാളീസ്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് സാർ, ഞാൻ ഉൾപ്പെടെ. നമ്മളോട് ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ ആ ചോദിക്കുന്ന ആൾ സെക്കൻഡ് ചോദ്യം ചോദിക്കാൻ സമ്മതിക്കാം. നമ്മളെ വിചാരം നമ്മൾ ബെറ്റർ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ നമ്മൾ സേഫ്, അവര് സേഫ്. അതെ, പക്ഷെ അതെ, ചില ആളുകൾക്ക് അവരെ സംബന്ധിച്ച് നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ 10 ആൻസർ കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരിക്കും. അതെ, ഉറപ്പായിട്ടും അത് പല ഒന്നിനെ രീതിയിലാണ്. അല്ലെ, നമ്മൾ കണക്ട് ചെയ്ത്. പോയിന്റ്സിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈക്ക് ബീറ്റ് അറൌണ്ട് ദ ബുഷ് എന്ന് പറയും, നമ്മൾ കിടന്ന് ആ കറങ്ങി. നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി പറഞ്ഞു തുടങ്ങി. പക്ഷെ സാറിന്റെ ആ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ചോദിക്കുന്നതിന് മാത്രം എവിടെ മറുപടി പറയാം, എവിടെ സ്റ്റോപ്പ് ചെയ്യാം, എവിടെ ഉം, തുടങ്ങാം, ആ ഒരു ക്ലാരിറ്റി കിട്ടി. ഈ സേഫ് ഗാർഡിങ് എന്ന വേർഡ്, കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഇമ്പോർട്ടൻസ്, കമ്പാഷൻ, എസ്പെഷ്യലി സാറിന്റെ ആ കമ്പാഷനറ്റ് കെയർ ഞാൻ എന്റെ ബുക്കിൽ ഇങ്ങനെ എഴുതി ഒരു 2 പേജ് നിറച്ചു വെച്ചിട്ടുണ്ട്. ഉം, സാറ് പറഞ്ഞ എക്സ്പ്ലനേഷൻ പ്ലസ് അതിന്റെ താഴെ കമ്പാഷനറ്റ് കെയർ ഞാൻ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഉം. ഞാൻ അതിന്റെ വേർഡ്സ് എല്ലാം കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഇസഡ് പോലെ ഞാൻ വരയിട്ടത്. അവിടുത്തെ വേർഡ് ഇവിടുത്തെ വേർഡ് ഇങ്ങനെ എടുത്തിട്ട് അതിനെ ഒരു ചെറിയ ഷോർട്ട് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതി വെച്ചിരുന്നു. ഞാൻ ഉം. തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു സാർ, അതെന്റെ തല എപ്പോഴും ഉണ്ട്. ഉണ്ട്, വെരി ഗുഡ്. കാണാതെ പഠിച്ചില്ല. അതെ, കാണാതെ പഠിച്ചു. നല്ലതായിരിക്കും. കാര്യം നമ്മൾ ഈ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഈ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ അതിലൊരു 50% ഓക്കെ നമ്മുടെ ഔട്ട്പുട്ട് അതിനകത്ത് വരും, ഇല്ലേ? ഇപ്പൊ എനിക്ക് ഡെഫിനറ്റ്ലി അതിനകത്ത് സർ. പറയാനേ പറ്റുള്ളൂ. ഇപ്പൊ ഡയന ആയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റുഡൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പറയണത് എഴുതിയെടുത്തതുകൊണ്ട് മാത്രമായില്ല, അത് പറഞ്ഞു പഠിക്കുക, അല്ലേ? എങ്കിൽ പറഞ്ഞു പഠിക്കണം. യൂസ്ഡ് ആവുള്ളൂ മെയിൻ ആയിട്ട്. അപ്പൊ അതെ. ഡയന അങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തായിരുന്നോ ഇന്റർവ്യൂവിന് മുന്നേ ഒരുപാട്? ആക്ച്വലി ഞാൻ സാറിന്റെ സെഷൻ കൂടുന്നതിന് മുന്നേ എന്റെ സെൽഫ് പ്രാക്ടീസ് എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഉം, സാറിന്റെ സെഷൻ കൂടിയതിനു ശേഷം ആ 3 ഡേയ്സ് ഞാൻ ക്ലാസ് പറഞ്ഞ മാത്രം കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ NWLന് പോകുന്നത് വരെ ആ 8 or 10 ക്വസ്റ്റ്യൻസ് ഉം, മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും എന്ത് ചെയ്താലും ഉറക്കത്തിൽ ഡീപ്പായി പോകുന്നവരെയും ഉം, എത്രത്തോളം ടൈം ഞാൻ എണീറ്റിരിക്കണെയാണോ എന്റെ മൈൻഡിൽ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ ഇങ്ങനെ റൗണ്ട് ഉം, അടിച്ചു പോകും. ഉം. എനിക്ക് തന്നെ ഞാൻ തലേ തട്ടിയ സമയമുണ്ട് അവർ ചോദിക്കണ ചോദ്യത്തിന് കറക്റ്റ് മാത്രം കോൺഫിഡൻസ് ആയിട്ട് ഫോക്കസ് ഉത്തരം പറയുമെന്നാ ചോദിച്ചാൽ ഇതൊന്നും അല്ല പക്ഷെ എന്റെ തലയിൽ പോകുന്നത്. അവര് ഓക്കെ ആയിട്ട് ഇരിക്കണം, നമ്മൾ കാരണം അവർക്കൊന്നും തോന്നരുത്. ഈ തോന്നരുതെന്ന് തോന്നി തോന്നി ആ ഇന്റർവ്യൂ ഞാൻ കൊളാക്കി സാർ. സാറിന്റെ സെഷന് ശേഷം ഞാൻ ആലോചിക്കണം ഞാൻ എങ്ങനെ ബെറ്ററായി പെർഫോം ചെയ്യാം, അല്ലാതെ അതിന് ചുറ്റും നടക്കണം ഒന്നിനെ കുറിച്ച് ഞാൻ ബോധവടല്ലായിരുന്നു. വെരി. ആക്ച്വലി ആ കസേരയിൽ ഇരുന്ന് ഞാൻ എന്റെ ഫ്രണ്ടിൽ അവർ ഇരിക്കണ കണക്ക് തന്നെ ഞാൻ ഒരു പിന്നെ ഒരു ഇന്റർവ്യൂ സെക്ഷൻ, ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത സാർ, ആ കറക്റ്റ് ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുന്ന ടെൻഷനും എന്നെ അവര് കൊല്ലാൻ കൊണ്ടിരുത്തിയിട്ട് അവസാന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കണക്കാ എന്തെങ്കിലും വെള്ളം കുടിക്കണോന്ന്. അതാണ് എന്റെ മുഖത്ത് വെളറി വെളുത്ത് ചത്ത് ഒരുമാതിരി. മറ്റേതെന്ന് വെച്ചാൽ ഞാൻ പോണെങ്കിൽ പോട്ടെ, കിട്ടി, ബട്ട് ഐ ഡിഡ് മൈ ബെസ്റ്റ്. എന്റെ മുഖത്തുണ്ടായിരുന്നു ഐ ഡിഡ് മൈ ബെസ്റ്റ്, ഇനി അതെ, ബാക്കിയെല്ലാം അതെ. പോണ പോലെ പോട്ടെ എന്ന് ഒരു ഭയങ്കര സ്മൈൽ ചെയ്തിരുന്നു. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട് കണ്ടു. എന്നോട് ചോദ്യം ചോദിക്കുന്നതെല്ലാം പോയി സാർ. ഇന്റർവ്യൂ സെഷനിൽ നിന്ന് മാറിയിട്ട് പേഴ്സണൽ ഇന്ററാക്ഷൻ തുടങ്ങി. അവസാനം എന്റെ എക്സ്പീരിയൻസുകളെ കുറിച്ചായി, ഞാൻ എന്തുകൊണ്ട് നഴ്സിംഗ് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് അവസാനം ഞാൻ എന്തെല്ലാം കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഉം. ചൂസ് ചെയ്തത്. അത് മൊത്തം പിന്നെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ഒരു 20 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട് വെയിൽസിൽ എന്നോട്.
ഓക്കെ, അത്രയും വരെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ? ആ 20 ക്വസ്റ്റ്യൻ വന്നത്. ഇപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോ പുള്ളിക്കാരി ആ രണ്ടുപേരും അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. ഞങ്ങളുടെ ടൈം ഒരു 1 അവറോളം നീണ്ടു. അത് ഇന്റർവ്യൂവിനെക്കാളും നല്ലത് രണ്ട് ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിക്കുന്ന കണക്കായി അതെ, ഫൈനലി. ആ ഈ ഒരു ഇന്റർവ്യൂ ഹെൽത്തി കഴിഞ്ഞപ്പോ എനിക്ക് കോൺവെർസേഷൻ ആണ്. തോന്നിയത് അതെ, യാ അങ്ങനെ ഒരു ഹെൽത്തി ഡെഫിനറ്റ്ലി കോൺവെർസേഷൻ വരിക എന്ന് പറയുന്നത് ഭയങ്കര ലൈക്ക് മെച്ചപ്പെട്ട ഒരു കാര്യം. മീൻസ് ലൈക്ക് വി ഹാവ് മെച്ചപ്പെട്ട് പെർഫോംഡ് എ എക്സാക്ട്ലി സർ. ലോട്ട് ഇൻ ദയർ. മനസ്സിലായി, നന്നായിട്ട് പെർഫോം അവർക്ക് ചെയ്തു. നമ്മള് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ തോന്നൽ കൊടുക്കുന്നതാണ് സത്യം പറഞ്ഞാൽ അതെ കോൺഫിഡൻസ്. നമ്മുടെ മുഖത്ത് ആ കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മളെ സത്യം, നമുക്ക് നോളജ് ഉണ്ട് പക്ഷെ നമുക്ക് ഡെലിവർ ചെയ്യാനുള്ള അതെ, മീഡിയംസ് ഭയങ്കര കുറവാണ്. നമ്മളെല്ലാവരും പേടിപ്പിച്ച് വളർത്തിയോണ്ട് അതിനെയൊക്കെ നല്ലതായിട്ട് പേടിപ്പിച്ച് വളർത്തിയോണ്ടായിരിക്കും. ഉറപ്പായിട്ടും ബട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അത് ലൈക്ക് ഇപ്പൊ 3 നമ്മളാണെങ്കിൽ days ഇപ്പൊ എനിക്കിപ്പോ ഇങ്ങനെ ഒരു സെഷൻ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഇവിടെ ഇല്ലായിരുന്നു. ഞാനിപ്പോ ഒരു ഫ്രഷർ ആണെന്ന് വെച്ചു, ഡെഫിനറ്റ്ലി ഞാൻ വന്ന യാ ഒരു അതെ 6 മാസമേ ഉള്ളൂ, ഒരു വർഷമേ എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂ പാനൽസിൽ ഇരുന്നു, കുറെ ഇന്റർവ്യൂസ് നടത്തി, ഇവിടെ ഇത്രയും ക്ലിനിക്കൽ എക്സ്പോഷർ വന്നു, പല റോൾസ് ചെയ്തു. അപ്പോഴായിരിക്കും എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുക. എക്സാക്ട്ലി ഡയനക്ക എക്സാക്ട്ലി എക്സാക്ട്ലി ആ സിറ്റുവേഷൻ ഞാൻ എക്സാമ്പിൾസ് പോലെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് അതെ മനസ്സിലാക്കാൻ അവർ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഓരോ എക്സാക്ട്ലി വാക്കുകളും ഡയന ഇന്റർവ്യൂവിൽ പറയുമ്പോൾ അവർക്ക് തോന്നും ഇയാൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണോ എന്നുള്ള ഒരു രീതി. എക്സാക്ട്ലി അത് അവർക്ക് തോന്നി. അവരുടെ കൂടെ ഇരുന്നിട്ട് എണീറ്റ് പോയ ഒരാളെ പോലെയാണല്ലോ ഡയന സംസാരിക്കണേ. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് സാറിന്റെ ചിരിച്ചുകൊണ്ട് സംസാരിക്കണം മുഖം ഞാൻ അത് സാറ് പറഞ്ഞ വാക്കൊക്കെ എടുത്ത് എവിടൊക്കെ വിടാമോ എല്ലായിടത്തും അല്ല, അവിടൊക്കെ എടുത്ത്. അല്ല. നമ്മുടെ മലയാളികളുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ടല്ല അവർ നമ്മളോട് സംസാരിക്കണം. അവർ യു അതെ, കെക്കാര് യു കെ മൈൻഡ് സെറ്റാ. സോ എക്സാക്ട്. നമ്മൾ അവരോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കണം. ഒരു ഇന്റർവ്യൂവിന് എനിക്ക് NW പക്ക ഇന്റർവ്യൂ മോഡായിരുന്നു. നമ്മൾ ആ രീതിയിൽ പോയി. പക്ഷെ വെയിൽസ് എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് ഞാൻ എന്റെ ഒരു കംഫർട്ട് പൊസിഷനിൽ ഇരുന്നിട്ടാണ് സംസാരിക്കണം. ബട്ട് അത് കുറച്ചുകൂടെ കംഫർട്ട് വന്നു അവരെനിക്ക്. പിന്നെ വെയിൽസിലുള്ളവർ ആ ഒരു വെൽഷിന്റെ ഇംഗ്ലീഷ് ആയിരുന്നു നമുക്ക് ഭയങ്കര പാടായിരുന്നു അത് സംസാരിക്കണം മനസ്സിലാക്കാൻ. മനസ്സിലാക്കാൻ. ആ ഹാ ഹാ. പക്ഷെ ഇനി ആരെങ്കിലും വെയിൽസ് കിട്ടിയാലും പേടിക്കണ്ട. ഒരു ഇയർ അവരുടെ അടുത്ത് ഞാൻ അവരോട് പറഞ്ഞു എക്സ്ക്യൂസ് മീ എന്നോട് ക്ഷമിക്കണം, വേറൊന്നും കൊണ്ടല്ല, എനിക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഫാസ്റ്റ് ആവുമ്പോൾ വേർഡ്സ് കിട്ടുന്നില്ല. സോ ക്യാൻ ഐ യൂസ് മൈ 1 ഇയർ ടു ദ ഇയർഫോൺ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഓഫ് കോഴ്സ് നോ പ്രോബ്ലം, ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കുന്നവരെ ഇഷ്ടമെന്ന്. ഞാൻ അവരോട് പെർമിഷൻ എടുത്തു അതെ, ഓരോ കാര്യത്തിനും. വെരി ഗുഡ്, അത്രേ ഉള്ളൂ. ഞാൻ അപ്പൊ അങ്ങനെ ചെയ്തോട്ടെ, ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, ഇഫ് ഐ അത് ആസ്ക് വൺ നമ്മൾ ക്വസ്റ്റ്യൻ ഡു യു മൈൻഡ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. വെരി ഗുഡ് അവസാനം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ആയി മാറി. ഇന്റർവ്യൂ എന്നെയും ചെയ്തു, ഞാൻ അവരെയും ചെയ്തു. ചെയ്തു. അതെ, ഇപ്പൊ ഡയനയ്ക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ട് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ തിരിച്ചൊരു പാർഡൻ പറയാ, അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് മീ പറയാ, റിയലി സോറി എക്സാക്ട്ലി പറയാ, തിരിച്ചു ചോദിക്കുക. കാര്യം അവർക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിങ്ങളൊരു ഗുഡ് ലിസണർ ആണെന്ന് കൂടിയാണ് അതിനകത്ത് കാണിക്കണത് അല്ലേ? കാര്യം തെറ്റി എക്സാക്ട്ലി പറയാൻ സാർ. ഡയനയ്ക്ക് താല്പര്യമില്ല, എനിക്ക് ശരി ഉത്തരം അതെ പറയണം, അതിന് എനിക്ക് ഇങ്ങനെ കേട്ടാലേ പറ്റുള്ളൂ. അപ്പൊ അത് അതെ നിങ്ങളുടെ ഗുഡ് ക്വാളിറ്റി ആണ് അവിടെ കാണിക്കണം. എനിവേ, വെരി ഗുഡ്. ഡെഫിനറ്റ്ലി. ഡയന അപ്പം ആക്ച്വലി 2 ഇന്റർവ്യൂ ഡയന ക്രാക്ക് ചെയ്തു അല്ലേ? അതാണ് NW കിട്ടി, വേൽസ് കിട്ടി. ഉറപ്പായിട്ടും ബട്ട് ഞാൻ തിരിച്ചു വന്ന 2 ഓഫർ ലെറ്ററും ആയിട്ടാണ്. കിട്ടിയിട്ടുണ്ട്. അതാണ്, അതിൽ കൂടുതൽ അതൊരു നമുക്ക് കിട്ടാനില്ലല്ലോ ഡയന. ഒന്നും ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടു സാർ. നമ്മൾക്ക് ചെയ്യാനുള്ള ചെയ്തു, ബാക്കി അതെ, ദൈവത്തിന് നമ്മൾ വിട്ടു. ഒരുപാട് ഹാപ്പി ഡയന. കാര്യം എനിക്ക് തോന്നുന്നു ഈ ബാച്ച് 14 വരെ നമുക്ക് എല്ലാവരും ഇന്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ അതെ സാർ. സന്തോഷം എനിക്ക് വേറെ ഒന്നും കിട്ടാനില്ല. കാര്യം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയതാണ് ഒരു ഇന്റർവ്യൂ ബാച്ച് എന്ന് പറയുന്ന ഒരു സംഭവം. അത് അതെ ഇത്രയും സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നതിൽ പരം സന്തോഷം. ഇനി ഇനി നടത്താൻ പറ്റിയില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, നടത്തണേ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എത്രയോ പേര്, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50 അടുപ്പിച്ച ആൾക്കാർക്കാണ് ഇന്റർവ്യൂ കിട്ടിയത്, അതും ഇന്റർവ്യൂസ് ഇല്ലാതിരുന്ന സമയത്ത്. അപ്പൊ അതിൽ അതെ എക്സാക്ട്ലി. ഡയനയ്ക്ക് അതിൽ 2 ഇന്റർവ്യൂ കിട്ടിയെന്ന് പറയുമ്പോൾ അത് അതിൽ കൂടുതൽ സന്തോഷം വേറെ ഒന്നും ഇല്ല പറയാനായിട്ട് എന്തായാലും. അപ്പൊ ഇപ്പം ഡയന കറന്റ്ലി ലൈക്ക് ഇപ്പൊ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, കുറെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് ഡയനയ്ക്ക് അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഡയനയ്ക്ക് എത്രത്തോളം ഓരോ കാര്യങ്ങൾ ഓർത്ത് പറയാൻ പറ്റി, അല്ലെങ്കിൽ ഡയനയ്ക്ക് ആ സെനാരിയോ വൈസ് ഇപ്പൊ നമ്മൾ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കൊളാപ്സ് ആവുന്ന പേഷ്യൻസിനെ പറ്റി പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഡബിൾ ടു വിളിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കോൾ ബെല്ല് പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അവസാനമൊക്കെ അല്ലെ? പറഞ്ഞത് അതെ എസ്കലേഷൻ സാർ. കാര്യങ്ങൾ, ന്യൂസ് ചാർട്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതെല്ലാം ഡയനയ്ക്ക് ഓർത്ത് പറയാൻ പറ്റിയോ ആ സമയങ്ങളിലും കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ വന്നപ്പോഴൊക്കെ? സർ അവര് ഫസ്റ്റ് ടൈം നമ്മളോട് എപ്പോഴും ചോദിക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ജനറലി ഒരു 100 ഔട്ട് ഓഫ് 100 ആളുകൾക്കും ഇവൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്തവർക്കും നമുക്കറിയാം നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചോദിക്കും. അതെ, സോ അത് പ്രിപ്പയർ ചെയ്യാതെ അവിടെ പോയി ഇരിക്കുന്ന ഒരാൾ സത്യം പറഞ്ഞാൽ വേസ്റ്റ് ചെയ്യുക ഒരാളുടെ അതെ, വേക്കൻസി. ഉറപ്പായിട്ടും. അത് പറയുമ്പോൾ തന്നെ നമ്മൾ തമ്മിലുള്ള ഒരു റോഡ് യാത്ര തുടങ്ങി കഴിഞ്ഞു. അതെ, സെക്കൻഡ് അവർ ചോദിക്കുന്ന ഒബ്വിയസ്ലി വൈ യു ചൂസ് UK. ഒരു 10 ക്വസ്റ്റ്യനിൽ ആ കമ്പാഷനേറ്റ് കെയർ കോൺഫിഡൻഷ്യാലിറ്റി അവർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല സർ. അതെ, അവർ ഒരു ക്വസ്റ്റ്യൻസിൽ അത് ആൻസർ ആയി വരുന്ന ഇൻക്ലൂഡിങ്. രീതിയിൽ അവർ ചോദിച്ചു കളഞ്ഞു. അതെ, ഉറപ്പായിട്ടും. ഈവൻ എനിക്ക് നമുക്ക് തോന്നുന്നു. ഇൻക്ലൂഡ് ചെയ്യായിരുന്നു എല്ലാം അതെ, സാറ് പറഞ്ഞ കാര്യങ്ങള്. ഞാൻ സെൽഫായിട്ട് സാറിന്റെ ആ ഒരു പാറ്റേൺ ഓഫ് ഇന്റർവ്യൂവിന്റെ
ഉം, സാറ് പറഞ്ഞ കുറേ ഓരോ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. ഉം, ഞാൻ അത് കേട്ടു. ഈ ക്ലാസ് കേൾക്കുമ്പോൾ കൂടുതലും പ്രശ്നം വന്നത് ഉം, ആ ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ സെക്ഷൻ ആ സാറ് തരണം. അതിനുവേണ്ടി സാർ എടുക്കുന്ന ഒരു എഫോർട്ട് ഉണ്ട്. ഉം, ഒരു ഒരു ചിലപ്പോൾ ഒരു ദിവസമോ ഒരു ആഴ്ചയോ പ്രിപ്പയർ ചെയ്തിട്ട് സാറ് വന്ന് 10 മിനിറ്റ് 15 മിനിറ്റ് ഡെലിവർ ചെയ്യുന്ന കാര്യം, ഉം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് 15 മിനിറ്റ്സ്. ഒരു എൻ്റെ വീക്കിലെ എഫേർട്ടാണ്. അത് അതെ, എനിക്ക് മനസ്സിലായി. അതെ. ഞാൻ അതുകൊണ്ടാണ് പോയിന്റ് ബൈ എഴുതിയിട്ടും എന്റെ എഫേർട്ട് ഇട്ടത്. കാരണം സാറിന്റെ അടുത്ത് 100% ഇട്ടു. അതിൽ ഞാൻ 100% ഇടുമ്പോഴാണ് അവിടെ അത് സക്സസ് ആവണേ. റിസൾട്ട് ആവുന്നത് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. മെനക്കെട്ടിരുന്നു എല്ലാ സിറ്റുവേഷൻ. എന്റെ ഹസ്ബൻഡ് വെളുപ്പിനെ 4:30-ക്കൊക്കെ എണീറ്റ് പോയിക്കുന്നുണ്ട്. അതിന് എന്ത് ഈ കുത്തി കുറിക്കണ ഇരുന്ന് ഈ ഉം, 4:30 മണിക്ക് താൻ ഉറങ്ങാത്ത എന്താ വെളുപ്പിനെ? ഞാൻ ഉം. പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ എണീറ്റിരിക്കുന്നതിന് ഒരു ഫലം കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഉറങ്ങാൻ ദൈവം സമയം തരും. കിട്ടും. ഞാൻ അവിടെ ഇരുന്ന കമ്പാഷനേറ്റ് കെയറിന് ബെറ്റർ ആൻസർ ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക സർ. ഉം. ബെറ്റർ വേർഷൻ. പിന്നെ ഞാൻ എഴുതി തന്നെ ഞാൻ പിന്നെയും തിരുത്തുമായിരുന്നു. ഞാൻ എഴുതിയത് തിരുത്തുമായിരുന്നു. സോ എപ്പോഴും നമ്മളുടെ ഒരു ഹാർഡ് വർക്ക്, എല്ലാരും പറയും ഹാർഡ് വർക്ക് ഡസൻ മാറ്റർ എന്ന്, പക്ഷെ ഹാർഡ് വർക്ക് അതെ, സ്മാർട്ട് വർക്ക് ആകണമെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് വേണം സർ. ഉറപ്പായിട്ടും ഹാർഡ് വർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പോളിഷ് ആയ ഒരാൾക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ. ഉറപ്പായിട്ടും നമ്മൾ എത്രത്തോളം നമ്മൾ ഇൻപുട്ട് ഇടുന്ന പോലെ ഇരിക്കും ഡയന, എന്തായാലും കേട്ടോ. അത് ഡെഫിനറ്റ്ലി സർ, എന്തായാലും റിസൾട്ട് ഡെഫിനറ്റ്ലി കിട്ടിയതിലും അത്രയും ഹാർഡ് വർക്ക് ചെയ്തതിലും കാര്യം നമ്മൾ ഒരാൾ പറഞ്ഞു തരാൻ എളുപ്പമാണ്, പക്ഷെ അത് കേട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് റിസൾട്ട് കിട്ടുക മെയിൻ ആയിട്ട്, ഇല്ലേ? നമുക്ക് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പിന്നെ പറ്റില്ല. സാറ് പലപ്പോഴും നമ്മുടെ ആ ക്ലാസ്സിൽ ഇന്ററാക്ഷനിൽ ഓരോ ആളുകളോടും സാറ് ചോദിക്കുന്നുണ്ട്. സോ അതെ, അവരുടെ ആക്ച്വലി സാർ അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കുക, പക്ഷെ പലരും ഉൾവലിയണേ. അപ്പൊ ഞാൻ ഓർത്തേന്നറിയാം, ആ ഉൾവലിയണവരല്ല, ഞാൻ പറയാം സാർ എന്നും കൊണ്ട് കൈവക്കണവർ തന്നെ അവിടെയും പോയി പെർഫോം ചെയ്യുള്ളൂ നന്നായിട്ട്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. കാര്യം എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ ഇപ്പൊ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ചിലപ്പോൾ ഞാൻ ഉൾവലിയത്തെ ഉണ്ടായിരുന്നുള്ളൂ, ഇല്ലേ? അപ്പം അതെ എനിക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ അങ്ങനെ ഉൾവലിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിങ്ങൾ വർക്ക് അതെ ചെയ്താലേ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരെയും ചോദിക്കുന്നത്, അവർക്ക് അതെ മനസ്സിലാവണം, അല്ലേ? പിന്നെ നിങ്ങളുടെ ഓരോരുത്തരും ഇപ്പൊ ഡയാനയുടെ തന്നെ ഈ ഒരു സെഷനിൽ ഈ ഒരു ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലാവും, അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഇതേപോലെ ഞാൻ ആക്ട് ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ നമുക്കൊരു റിഗ്രറ്റ് പിന്നീട് അതെ ഒരിക്കലും ഉണ്ടാവരുത്. നമ്മൾ ആദ്യമേ ആക്ട് ചെയ്യാനായിട്ട് നോക്കാം, പിന്നെ ആ അതെ റിഗ്രറ്റിന്റെ ചാൻസ് വരുന്നില്ലല്ലോ അതെ എന്തായാലും. എനിവേ, എന്തായാലും അതെ ഡയന അത് അതെ നന്നായിട്ട് വെല്ലായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അതിന്റെ ഒരു റിസൾട്ടാണ് കിട്ടിയത്. ഇപ്പം ആക്ച്വലി ഇപ്പൊ ഡയന എന്തായിട്ടാണ് പ്രോസസ് ചെയ്യണേ? അവരുടെ ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റേഴ്സും കാര്യങ്ങളും ഇപ്പൊ ഏതുമായിട്ടാണ് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കണേ? സർ NWL അവർ കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അവർ ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനകത്ത് നമ്മുടെ ഇൻപുട്ട് നമ്മൾ കൊടുത്തു. ഇനി ഡോക്യുമെന്റ്സ് ചോദിച്ചു, അതും അയച്ചു. അവര് പറയുന്നത് അവർക്ക് അവിടെ ചെന്ന് അവർ ആക്ച്വലി ഒരു റിക്രൂട്ട്മെന്റ് ഫോം തന്നെയാണ്, പക്ഷെ NHS ഡയറക്റ്റ് കൊടുത്തേക്കുന്നതാണ്. അതെ, അവർക്ക് ഓരോ 3-4 ഹോസ്പിറ്റൽസ് ഉണ്ട്. അവരുമായിട്ട് ഏത് ഹോസ്പിറ്റലിലാണോ റിക്വയർമെന്റ്സ് അവരുമായിട്ട് സംസാരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കിയിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്ക് യു, ടേക്ക് യുവർ ടൈം, നോ പ്രോബ്ലം. നമ്മൾ ഒരാളെയും ഇങ്ങനെ, എനിക്ക് അതെ, ജോലി വളരെ അത്യാവശ്യം എന്നിട്ട് ഞാൻ ഒരാളെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ വെയിറ്റ് ചെയ്യുന്നു അതെ. NWന്റെ. ബട്ട് അതിന് മുന്നേ തന്നെ വെയിൽസിൽ എനിക്ക് ഉം, ഇന്റർവ്യൂ കിട്ടി. വെരി നെക്സ്റ്റ് ഡേ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. വെരി ഉം, നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് സ്റ്റെപ്പ് ഉം. ഏകദേശം ഒരു 8 സെഷൻ ഓഫ് മെയിൽ വന്നു. അതിന് റെസ്പോൺസ് നമ്മളിങ്ങനെ അവരൊരെണ്ണം അയക്കും, നമ്മൾ അതിന് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യും. അതെ, നെക്സ്റ്റ് അവരൊരെണ്ണം അയക്കും. ഇങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു സാർ. ഇപ്പൊ ഫൈനലി ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു സിഒസിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ആണ്. വെരി ഗുഡ് ആണ്. അപ്പൊ നമുക്ക് വെയിൽസ് അവിടെ വരെ എത്തി, പക്ഷെ NWല് അതൊന്നും ഒന്നും കുഴപ്പമില്ല ആയിട്ടില്ല ഡയന. സർ. അത് അതാണ് ലൈക്ക് നമ്മൾക്ക് ഇതിന്റെ ആക്ച്വലി സിഒഎസ് കിട്ടിക്കഴിഞ്ഞാൽ ഡയന ലൈക്ക് ഒഫീഷ്യലി ഫ്രം യുവർ സൈഡ് ഡയന ചെയ്യേണ്ട കാര്യം വെച്ചാൽ സിഒഎസ് വെയിൽസിന്റെ കിട്ടിക്കഴിയുമ്പോൾ തന്നെ അവരെ ഫോർമലി അറിയിക്കാം മെയിലായിട്ട്. എനിക്ക് ഓൾറെഡി ഇപ്പൊ വെയിൽസിന്റെ കിട്ടി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവരെ അറിയിക്കാം. അപ്പൊ അതാണ് നമ്മുടെ സൈഡിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ അവർക്ക് ഫർദർ കാര്യം അവരിപ്പോ ഒരു പൈപ്പ് ലൈൻ പോലെ ക്രിയേറ്റ് ചെയ്തായിരിക്കും NWന്റെ സൈഡിൽ നിന്ന്. അപ്പൊ അവർക്ക് ആക്ച്വലി ബാക്കിയുള്ള ഏതെങ്കിലും ട്രസ്റ്റ് അവർക്ക് വരണമായിരിക്കും. അവർ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്, അതുകൊണ്ടായിരിക്കും ഫർദർ പ്രൊസീഡ് ചെയ്യാത്തത്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു ജോബ് അത്യാവശ്യമാണ് എന്തായാലും. അതെ And നമ്മുടെ തന്നെ അക്കൗണ്ട് റെസ്പോൺസിബിലിറ്റി ആണ് അവരെ അത് അറിയിക്കുക എന്നുള്ള കാര്യം. ഇവിടെ നമ്മൾ അതിനുശേഷം അറിയിച്ചാൽ മാത്രം മതി, വൺസ് ഇത് ഉം. കിട്ടിക്കഴിയുമ്പോൾ എന്തായാലും. ആ, കാര്യം ഞാൻ വെയിൽസ് സിഒസ് വരാത്തത് ഞാൻ പിന്നെ ഒരു വെയിറ്റ് ചെയ്തു കുഴപ്പമില്ല. സർ. സിഒഎസ് അതൊന്നും ആയില്ല. സിഒഎസ് കിട്ടി കഴിയുമ്പോൾ തന്നെ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും. അത് നമ്മുടെ ഷുവർ റെസ്പോൺസിബിലിറ്റി സർ, നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഷുവർ. എനിവേ എന്തായാലും നല്ല കാര്യം. അപ്പൊ അത്രയും കാര്യത്തിലോട്ട് എത്തിയിരിക്കുകയാണ് എന്തായാലും. സിഒഎസ് ഇനി കിട്ടി, ബാക്കി കാര്യത്തിലോട്ട് പോവുക എന്നുള്ള സംഭവത്തിലോട്ട്, അല്ലെ? വെരി ഗുഡ്. അപ്പം അതെ ഡയനയ്ക്ക് എന്താണ് റെക്കമെൻഡ് ചെയ്യാനുള്ളത്? ലൈക്ക് ഇപ്പം ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂ അറിയാലോ, ഇന്റർവ്യൂ ഒക്കെ ഡിലേ ആയിട്ടിരിക്കുകയാണ് അതെ എന്തായാലും. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ബാച്ച് അല്ലെങ്കിൽ നമ്മളെ നെക്സ്റ്റ് ഒരു ബാച്ച് തുടങ്ങേണ്ട യാതൊരു ആവശ്യമില്ല ഈ ഒരു സാഹചര്യത്തിൽ. ഓക്കെ, മെയിൻ ആയിട്ട് ഞാൻ അവരുടെ അഡ്വൈസ് ആണ്, നിങ്ങളുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. കാര്യം ജോബ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ ഇന്റർവ്യൂവിന് സ്കെഡ്യൂൾ ചെയ്യുന്ന ചാൻസസ് വളരെ കുറവായിരിക്കും. മാക്സിമം എക്സ്പീരിയൻസ് ഒപ്പിക്കുക. പിന്നെ ഇനി ഒരു ഇതേപോലത്തെ ഒരു ഇന്റർവ്യൂ വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ ബാച്ചസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ റെക്കോർഡ് സെഷൻ എടുക്കുക.
അപ്പോൾ ഡയനയുടെ സൈഡിൽ നിന്ന്, ബിക്കോസ് ഡയനയുടെ ടൈമിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ ബാച്ചിൽ ഡയന ജോയിൻ ചെയ്യുന്നതും ഡയന പഠിക്കുന്നതും പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം തന്നെ. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഡയനയുടെ ഒരു റെക്കമെൻഡേഷൻ എന്താണ് ഡയനയ്ക്ക് കാൻഡിഡേറ്റ്സിന് പറയാനുള്ളത് ആസ് എ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്? സർ, ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞ സെയിം കാര്യം തന്നെ എന്റെ മൈൻഡിൽ വന്നു. ഇപ്പൊ ചെയ്യുന്നവരാണെങ്കിൽ വർക്ക് ചെയ്യുക, ബട്ട് അറ്റ് ദ ടൈം നമ്മള് ഒരു ഒരു ഇന്ത്യയുടെ എക്സ്പീരിയൻസ് അവർ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ ഇന്ത്യൻ കൾച്ചർ വെച്ചിട്ട് അവരുടെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. അത് എനിക്ക് ഓൾറെഡി കിട്ടിയില്ല. അതെ സോ നമ്മൾ എപ്പോഴും ആ UK നഴ്സിംഗ് പോളിസീസ് പ്രോട്ടോകോൾസ്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഇപ്പൊ ഒരു ട്രസ്റ്റ് ആണെങ്കിൽ സാർ അന്നേ പറഞ്ഞു ട്രസ്റ്റിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി ഒന്ന് വായിച്ചിരിക്കുക. ഇപ്പൊ നമുക്ക് ഇന്റർവ്യൂസ് ഇല്ല, അതിന് ഞാനും ഇന്റർവ്യൂ കിട്ടാത്തപ്പോ ഒത്തിരിയും വിഷമിച്ചു, ബുദ്ധിമുട്ടി. ആളുകളുടെ ചോദ്യങ്ങൾ നമുക്കറിയാം, യൂഷ്വലി ഒരു മലയാളത്തിന്റെ ഒരു കമ്മ്യൂണിറ്റി എങ്ങനെയാണ്, അതെ സ്ട്രഗിൾസ് ഉണ്ട്. എനിക്കും ഉണ്ടായിരുന്നു. ബട്ട് ആ സ്ട്രഗിൾസ് എല്ലാം നിങ്ങൾ ഒരിക്കലും ഫെയിൽ ആക്കാനുള്ളത്, അത് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക മെന്റലി എത്ര സ്ട്രോങ് ആണ്. നമ്മളിപ്പോ ഇവിടെ കാണിക്കുന്ന ഒരു ക്ഷമ നമുക്ക് UK പോയാലും ഡെഫിനറ്റ്ലി വേണ്ടതാണ്. അവിടെയൊന്നും നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നവര് നഴ്സിംഗിനെ കുറിച്ച് അറിയുന്നവരോ മെഡിക്കലിനെ കുറിച്ച് അറിയുന്നവരോ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയറിനെ കുറിച്ചോ നമ്മൾ പറയുന്ന എന്ത് കാര്യം മനസ്സിലാക്കാൻ കഴിവെന്നല്ല, ചിലപ്പോൾ ആ ഫീൽഡിനെ കുറിച്ച് അറിയാത്തവരായിരിക്കും. നമുക്ക് ഈ കാത്തിരിപ്പ് നമ്മളൊരു നല്ലൊരു വഴിയിലേക്ക് പ്രോപ്പറായിട്ട് കയറുന്ന കാത്തിരിപ്പ് മാത്രമാണ്. അതെ ഇത് നമ്മൾക്ക് ഒരിക്കലും ലൈഫിൽ എൻഡ് ചെയ്യുന്നതല്ല. ഉറപ്പായിട്ടും അതെ OET എക്സാക്ട് OET എക്സ്പയർ ആകുമ്പോൾ എനിക്കറിയാം ആ വിഷമം, ഇനി ഒരിക്കൽ എഴുതേണ്ടി വരുന്നത്. പക്ഷേ നമുക്കതെല്ലാം ഒരു ദൈവം ഒരു സ്റ്റോൺ ഇട്ട് തരാം നിനക്ക് ചവിട്ടാൻ പറ്റുമെന്ന്. അതെ പിന്നെ ഉറപ്പായിട്ടും ഇന്റർവ്യൂ കാര്യത്തിൽ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഇന്റർവ്യൂ എവിടെയും കിട്ടുന്നു എന്ന് 100% ഉറപ്പായ സാർ ഇപ്പൊ 1-on-1 സെക്ഷൻ ആയാലും 2-on സെക്ഷൻ ആയാലും അത് ആ ഒരു കാൻഡിഡേറ്റിന്റെ ലൈഫിൽ സാറ് ജസ്റ്റ് കടന്നു പോകുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എനിക്കറിയത്തില്ല, ഈ UK ലൈഫ് സെറ്റിൽ ആക്കി അതിൽ നിന്ന് കുറെ എക്സ്പീരിയൻസ് കിട്ടി. ആ എക്സ്പീരിയൻസും കേരളത്തിലെ ലൈഫ് എല്ലാം വെച്ചിട്ടാണ് സാർ മലയാളികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു 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 പ്ലാറ്റ്ഫോം സാർ തുടങ്ങിയതിന് പിന്നെ ഒത്തിരി ഹാർഡ് വർക്കും ഒത്തിരി ലേണിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫൈനലി ബെറ്റർ ആണ് ചൂസ് ചെയ്ത് ഉറപ്പായിട്ടും വന്നേക്കുന്നത്. സോ സാറിന്റെ ആ നോളേജ്, ആ എക്സ്പീരിയൻസ്, നമ്മൾ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ ഇനി കയറി വരുന്ന നടന്നു വന്ന ഒരുപാട് പേർക്ക് ആവശ്യമാണ്. സോ ഈ ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം സാർ ഒരിക്കലും നിർത്തരുത്. UK ഇല്ല ഉള്ള ഉറപ്പായിട്ടും കാലത്തോളം നഴ്സിംഗ് ഉള്ള കാലത്തോളം ലോകം ഉറപ്പായിട്ടും അവസാനിച്ചാലും നഴ്സുമാരുണ്ടാവും എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞു. കാരണം അത്രത്തോളം ഉറപ്പായിട്ടും മെഡിക്കൽ ഫീൽഡിൽ നഴ്സിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. സോ ഉറപ്പായിട്ടും ഇതിങ്ങനെ ഞാനും അതിപ്പോ ഒരു 15 മെമ്പേഴ്സ് വന്നാലും പിന്നെ ഷുവർ ആയിട്ട് കാര്യം സാർ അതാണ് അത് കണ്ടിന്യൂ കുട്ടികളുടെ അടുത്ത് ചെയ്യണം. പറയുന്ന മെയിൻ തിങ്. ലൈക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഫ്രീസ് വന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ നഴ്സിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അപ്പം UK എന്ന് മാത്രമല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെ, നമുക്ക് എബ്രോഡ് നഴ്സിംഗ് ജോബ്സ് ഉണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബ്സ് ഉണ്ട്. അപ്പം ഇപ്പോൾ ഉള്ളൊരു ഉണ്ട്. സിറ്റുവേഷൻ കടന്നു പോകും, നിങ്ങൾ ബാക്കിയുള്ള ജോബും കൂടെ നോക്കുക. ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞ് UK അതെ. ഡ്രീം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്തായാലും. അപ്പൊ അതിന് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, അല്ലാതെ നമ്മൾ വിഷമിച്ച് ഹോപ്പ്ലെസ് ആയി ഡിപ്രസ്ഡ് ആയി ഇരിക്കേണ്ട യാതൊരു സിറ്റുവേഷനും ഇല്ല എന്ന് തന്നെയാണ് ഞാനും അതെ. ഇപ്പൊ ഡയന പറഞ്ഞ പോലെ എല്ലായിടത്തും പറയുന്നത് അല്ലെ. അപ്പൊ ഇപ്പൊ ഞാൻ ആ എക്സാമ്പിൾ ഞാൻ അതെ നമ്പർ 1 എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഒരു 1 ഇയർ OET പഠിച്ചിട്ട് പോയി. ഈ 1 ഇയറിനുള്ളിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇനി ഒരിക്കൽ കൂടി എഴുതേണ്ടി വരും. ഇനി ഉം, ഒരിക്കൽ കൂടി എഴുതാനും ഞാൻ മെന്റലി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക സാർ. പേർ ഡേ ഉം. എഴുതേണ്ടി വന്ന എന്ത് ചെയ്യും? എഴുതേണ്ടി വന്ന പോയേ പറ്റുള്ളൂ. നമ്മളിപ്പോ ഓരോ ലൈഫിൽ നമ്മൾ നേരത്തെ നിരീക്ഷിച്ചിട്ട് നമുക്ക് ഒരു കാര്യത്തിലേക്കും പോകാൻ പറ്റില്ല പറ്റത്തില്ല. അതെ പലതും ഓൺ ദ മൊമെന്റ് വരുന്നതാ. അതെ അവിടെ ഇപ്പൊ നമ്മുടെ നഴ്സിംഗിൽ തന്നെ നമ്മളെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് പഠിപ്പിക്കുന്ന ലൈഫിലും ആപ്ലിക്കബിൾ ആണ്. ഉറപ്പായിട്ടും നൂറ് അപ്പൊ ശതമാനം വന്നു ഒരു ഇന്റർവ്യൂ വന്നു എന്നിട്ട് സാറിന്റെ അടുത്ത് വന്ന സാർ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല സാറിന്റെ അടുത്ത് ഒരു കുട്ടി സാർ എനിക്കൊരു ഇന്റർവ്യൂ ഡേറ്റ് കിട്ടി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ സാർ ക്ലാസ്സിൽ പോകും. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു സാർ അത് ടൈം കണ്ടെത്തി ആ കുട്ടിക്ക് വേണ്ടി ഇരിക്കുമെന്ന്. ഉറപ്പായിട്ടും അത്രയും എഫേർട്ട് ഇടുന്ന ഒരു സ്ഥാപനത്തിൽ വരാൻ പറ്റിയത് ഞാൻ എങ്ങനെ സാറിന്റെ കൺമുന്നിൽ വന്ന് പെട്ടു എന്ന് എനിക്ക് അറിയത്തില്ല. ഈ MNC കമ്പനിയുടെ ഉം, ആ സമയമായപ്പോ അതെല്ലാം ഒരുങ്ങി വന്നു. അപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഉം, എനിക്ക് ഇന്റർവ്യൂസ് കിട്ടിയില്ലെങ്കിലും ഞാൻ വെറുതെ ഇരുന്ന് ഓരോന്ന് വായിക്കുമായിരുന്നു സർ. അതെ ഓരോ സൈറ്റിൽ കയറി. അതാണ് അത് എ- നമ്മുടെ ഒരു പാഷനാണ് ഡാന അല്ലേ, നമ്മൾ ഇതിലോട്ട് എത്തുക എന്നുള്ള ഒരു തീർച്ചയായിട്ടും പാഷനാണ്. അതെ പിന്നെ തീർച്ചയായിട്ടും. ഡാനയ്ക്ക് നമ്മുടെ പിന്നെ ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു ഒരു അഡ്വൈസ് പിള്ളേർക്ക് കൊടുക്കാനുള്ളത്, മിനിമം ആ നിങ്ങളൊരു 2 ഇയേഴ്സ് ഉം, ഏതെങ്കിലും ഒരു നല്ല ഓർഗനൈസേഷൻ, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിങ്ങൾ പക്കി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും ഈ ഈ പെട്ടെന്നുള്ള മൈഗ്രേഷനേക്കാളും കൂടുതൽ അതെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പോഷർ എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ UK ചെന്ന് കഴിഞ്ഞായിരിക്കും മനസ്സിലാവണത്. അതെ എനിക്ക് പേഴ്സണലി എനിക്ക് 10
ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ 10 ഇയർ എക്സ്പീരിയൻസ് എനിക്ക് 6 മന്ത് ഒരു 2 ഇയേഴ്സ് ഉള്ളപ്പോ വിദേശത്ത് പോവായിരുന്നു. ഉം. ഞാൻ എപ്പോഴും ആലോചിച്ചത് ഞാൻ എത്രത്തോളം എന്റെ സ്കിൽസ് പോളിഷ് ചെയ്ത് വെക്കണമെന്നാണ്. അതെ, ഉറപ്പായിട്ടും അത് നമ്മൾ ഒരുപാട് അപ്പം എന്തായാലും. ഇപ്പൊ സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞത് കണക്ക് നമ്മുടെ നാട്ടിലും നല്ലൊരു ഓർഗനൈസേഷന്റെ ഭാഗമാകാം നമുക്കൊരു ഇന്റർവ്യൂ കിട്ടുന്നവരെ, അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്താലും ഇതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമ്മൾ ഫ്ലൈ ചെയ്യുന്നതല്ല. അല്ല, അതെ, എന്തായാലും ഒരു ഒത്തിരി 6 മാസം നമ്മൾ 6 ഇതിനു മാസം വേണ്ടി വരും പോകണം. ഉറപ്പായിട്ടും. അതെ, മിനിമം ഒരു 3 to 6 months നമുക്ക് മനസ്സിൽ എന്തായാലും എടുക്കും. വെച്ചേക്കാം. ആ അതെ, 6 months എന്ന് വെച്ചാൽ മെന്റലി ഫിസിക്കലി നമ്മൾ ആ UK കൾച്ചറിലേക്ക് മെല്ലെ ഇങ്ങനെ നടന്ന് കയറുക. അതെ, ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമില്ല. എന്റെ ഒരു ഏജ്, എന്റെ ഒരു സിറ്റുവേഷൻ, ലൈഫ് പോകുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോ UK മൈഗ്രേഷൻ പോസിബിൾ അല്ലാന്ന്. ബട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ പിന്നെ അതെ. നമുക്ക് നല്ലൊരു ഗുരു എപ്പോഴും എന്താ പറയാ സാർ, ഇപ്പം എനിക്കറിയത്തില്ല, എന്നെക്കാളും ചെറിയ ആളുകൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉം. അപ്പൊ നമ്മൾ ആ ഈഗോ ഒരിക്കലും എടുക്കരുത്. അതെ, ഇറ്റ്സ് ഓക്കെ. നമ്മൾ അതെ, ആ സമയത്ത് അവർ നമ്മുടെ ഗുരുവാണ്. അതെ, നമിക്കുക, പഠിപ്പിച്ച ആ കാര്യങ്ങൾ ഓർക്കുക, പഠിപ്പിച്ചവരെ ഓർക്കുക. അതെ. എപ്പോഴും എപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, നന്ദിയോടെ അതെ, അത് എല്ലാരെയും ഓർക്കുക. വലിയൊരു വാക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ചെറിയൊരു കാര്യമല്ല എന്തായാലും. തീർച്ചയായിട്ടും സാർ. നമ്മൾ ഇനിയിപ്പം ലൈഫിൽ ഇപ്പൊ സാറ് പഠിപ്പിച്ച ആളുകൾ സാറിനെക്കാളും മുന്നേ നടന്നു പോകുന്നു. ഒരു സാർ എന്ന നിലയിൽ സാർ പ്രൗഡേ ആവുള്ളൂ. ഓൾവേസ്, ഒരിക്കലും നമുക്ക് എപ്പോഴും. തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല അതിനെ കുറിച്ച് ഓർത്ത് പറയാവുന്ന. അപ്പൊ ആരും വിഷമിക്കേണ്ട. ഒരാൾക്ക് കിട്ടിയാലും എനിക്ക് തോന്നുന്നു സാർ അവൈലബിൾ ആയിരിക്കും. സോ 100%. ഇപ്പം നിങ്ങൾ ഇത്രയും പേരും പാസ്സായി കഴിയുമ്പോൾ അതിന്റെ അപ്പുറം ഒരു സന്തോഷം, അത് ഒരു ഫാമിലിയിൽ നമുക്കൊരു ഒരു ചെറിയൊരു സ്പാർക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലൈറ്റ്, ഒരു പ്രകാശം തെളിയിക്കാൻ എന്നെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ MNCനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം ഈ ലൈഫിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല ഡയന. സാർ എനിക്ക് തോന്നുന്നു സാർ എന്തുകൊണ്ട് നേഴ്സ് ആയെന്ന് വെച്ചാൽ ഉം. അതിന്റെ ആൻസർ സാർ കൊടുത്തു കഴിഞ്ഞു. അതെ, പബ്ലിക്കിന് അതെ, നമ്മൾ സൊസൈറ്റി കൊടുത്തു കഴിഞ്ഞു. അതെ. ഞങ്ങളെപ്പോലുള്ളവർ വെയിറ്റ് ചെയ്യുക നമുക്ക് എവിടെയാണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത് അതർ ദാൻ നഴ്സിംഗ്. അതായത് ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഉം. എന്ത് പ്രൊഡക്റ്റീവ്നെസ് ആണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നല്ല. അതെ, അതെ. ജസ്റ്റ് നമുക്ക് വഴി പോകുന്ന ഒരാൾക്ക് അപ്പുറത്തോട്ടൊന്ന് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നതും നമ്മൾ എന്തോ ചെയ്തു. ഈ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും നമ്മൾ ഇത്രയും വീഡിയോസ് ഇടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ചിലപ്പം അങ്ങനെ പറ്റുള്ളായിരിക്കുള്ളൂ. അപ്പം അവരും അത് കാണണം, അവരും അത് യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ ഗ്രൂപ്പ് ഡയനയൊക്കെ ആദ്യം തൊട്ടേ ഉള്ള മെമ്പറാണ് അതിനകത്ത്, അല്ലേ? അപ്പൊ നമ്മൾ അതിൽ ഡെഫിനറ്റ്ലി. ഒന്നും തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിനകത്ത്. ആർക്കെങ്കിലും ഒരു ജോലി കിട്ടണമെങ്കിൽ ജോലി കിട്ടട്ടെ എന്നുള്ളതാണ്. ഇപ്പം ഡയന എനിക്ക് മിക്കവാറും ഉള്ള സമയത്തൊക്കെ നമ്മൾ കാര്യങ്ങളെല്ലാം പറയാറുണ്ട് അതിനകത്ത്. അതെ, അപ്ഡേറ്റ് വരാറുണ്ട്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് അതെ. ആയിട്ടോ സ്പാം ആയിട്ടോ വരികയാണെങ്കിൽ നമ്മൾ അതെല്ലാം എല്ലാവരും കൂടി ഒത്തുചേർന്ന് തന്നെ മാറ്റാറുണ്ട്. അപ്പൊ അതെല്ലാം തീർച്ചയായിട്ടും സർ. ഒരാൾക്ക് നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ആർക്കും ഒരു അതെ, ലൈക്ക് നമുക്ക് എല്ലാം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ സ്റ്റിൽ നമ്മൾ പറ്റത്തില്ല. മാക്സിമം അത് ട്രൈ ചെയ്യാറുണ്ട്. എനിവേ, ഡയന ഇത്രയും സമയം പറഞ്ഞു ഡയന. അതുപോലെ സർ, എനിക്ക് നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനെയും ഒത്തിരി താങ്ക്സ്. ഞാൻ ഈ ഇന്റർവ്യൂ കിട്ടി അതുകൊണ്ട് മിണ്ടാതിരിക്കുക അങ്ങനല്ല. നമുക്കിപ്പം ഒരു ഇന്റർവ്യൂവിന്റെ കോള് ഒരാൾക്ക് കിട്ടിയാൽ ഉം. ഓൺ ദ സ്പോട്ടിൽ അത് വന്ന് മറ്റുള്ളവരെ അറിയിക്കാനും ഉം. അവർക്കൊരു ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കാൻ, ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ഈ നഴ്സുമാരിൽ ഇത്രയും നല്ല കുട്ടികൾ ഉം. ഇത്രയും ഒരാളിനെ ആ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എനിക്ക് ഒത്തിരി സർപ്രൈസ് ഉണ്ടാക്കി. അതെ, ആക്ച്വലി ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തും ഒരാൾക്ക് ഒരു നല്ല കാര്യം കിട്ടി, എന്റെ കൂടെയുള്ള ഒരാൾ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നത് അയാള് 3-4 ദിവസം കാണാതിരിക്കുമ്പോ നമ്മൾ അറിയണം പോയിന്ന്. അതെ, അതെ, ബട്ട് അതെ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുറച്ചുകൂടെ ഹമ്പിൾ ആണെന്ന് തോന്നി. അതെ, ഹമ്പിൾനെസ് എന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അതെ, അതെ, നമുക്കൊക്കെ ഒന്ന് കുറച്ചുകൂടെ പിടിച്ചു വെക്കുന്നവരാണെന്ന് തോന്നി. ആ പറഞ്ഞ എന്ത് കരുതും, അതെ, അവരെങ്ങനെ എടുക്കും. ഇപ്പോഴത്തെ പിള്ളേർ അതുകൊണ്ട് തന്നെ ആ ഒരു സാറിന്റെ ആ ഗ്രൂപ്പ് കുറെ പേര് മെയിൻറ്റെയിൻ ചെയ്തു സോ ഹാപ്പി. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ പറയണ ആരും വിഷമിക്കണ്ട. ഇപ്പൊ എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രം പറയണല്ല, ഞാൻ കിട്ടിയത് അതിനു വേണ്ടി ഹാർഡ് വർക്ക് എടുത്തത് കൊണ്ട് തന്നെയാണ്. ഹാർഡ് ഉറപ്പായിട്ടും. വർക്ക് എടുത്തു, അതിനുള്ള വഴികൾ തേടി നടന്നു, സാറിനെ കണ്ടുമുട്ടി, സാറിന്റെ ക്ലാസ്സസ് കൂടി, അതുപോലെ തന്നെ എന്താ പറയാ എല്ലാം ചേർന്ന് വരും. നിങ്ങൾ റെഡി ആയിരിക്കുക. അപ്പൊ എനിക്ക് എന്റെ ഓരോ നഴ്സിംഗ് പഠിച്ചു നിൽക്കുന്ന കുട്ടികളോട്, പോവാൻ നിൽക്കുന്നവരോട്, പോയി ഉം. കഴിഞ്ഞവരോടും ഇത് ഈ യാത്ര നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ എല്ലാവരും ഒരുമിച്ച് അവരവരുടെ എത്തപ്പെടേണ്ട അടുത്ത് എത്തും. ബട്ട് നമ്മൾ പോകുന്ന വഴിയിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സാറിന്റെ ഒരു 3 days സെഷൻ, സാർ അതിന് വേണ്ടിയിട്ട് എഫേർട്ട്, സാറ് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുമ്പോൾ സാറിനേക്കാളും കൂടുതൽ എഫേർട്ട് ഇടേണ്ടത് ആക്ച്വലി ഞാനായിരുന്നു. ഉം. അന്ന് ഞാൻ സാർ 10 മിനിറ്റ് അവിടെ വന്ന് എങ്ങനെയും ഇരിക്കുന്നു, കഴിയുന്നു, പോകുന്നു എന്ന് ചില ആളുകൾ വിചാരിച്ചത് എനിക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. കാരണം പലരും പറയുന്ന ആൻസർ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഉം. വിഷമിച്ചിരിക്കുന്നുണ്ടായി. ഉം. സാറ് ചോദിക്കുന്ന കണ്ട സാറിനാണ് ആവശ്യമെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഉം. എനിക്കാണ് ആവശ്യം സാർ അതെ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നമ്മുടെ ലൈഫിൽ നിന്ന് ബെസ്റ്റ് എക്സാമ്പിൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ 3 ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഉം.
അതെ, 100% ആണ്. ഇപ്പൊ ആ നമ്മൾ 3 ദിവസത്തെ ആഗ്രഹിക്കുന്ന ക്ലാസ്സിന് തന്നെ സാറ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇന്ന ദിവസം ഇന്ന 3 ദിവസമാണ് ക്ലാസ്. ആ 3 ദിവസത്തിന് വേണ്ടി ഞാൻ അതിനും 3 ദിവസം മുന്നേ പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ടിരിക്കുക, പേന ഉൾപ്പെടെ റെഡിയാക്കി വെച്ച്. അതെ അതെ, ആ അത് ഒരു നമ്മൾ ആ ഒരു അതിന് മുന്നേ. ഒരുക്കമുണ്ട്, എല്ലാത്തിനും അതെ, ഒരു ഒരുക്കം ഉണ്ടാവണം. ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ ഞാൻ പറയുമല്ലോ, നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തത്. അപ്പം എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ എക്സാക്ട്ലി. ബാച്ചിലുള്ള എല്ലാവരും പാസ് ആവണമെന്നല്ല, അല്ലാതെ ഒരാൾ പാസ് ആവണമെന്നല്ല, എല്ലാവർക്കും കിട്ടണം. അല്ലെങ്കിൽ നിങ്ങൾ വഴി ബാക്കിയുള്ളവർ അറിയണം. ഇപ്പം ഡയനയ്ക്ക് ഇപ്പം സുഖമായിട്ട് ഡയനയുടെ കൂടെ ഉള്ളവരെയോ ഡയനയുടെ ഫ്രണ്ട്സിനെയോ ഡയനയ്ക്ക് സുഖമായിട്ട് ഇപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം നമ്മളൊരു വഴി തെളിയിച്ചു തരുമ്പോൾ ആ വഴിയിൽ കൂടെ ബാക്കിയുള്ളവരും കൂടെ, നിങ്ങളും കൂടെ ഒരു പാത്തായിട്ട് ബാക്കിയുള്ളവരുടെ ഒരു ഹെൽപ്പായിട്ട് മാറുകയാണ് എന്തായാലും, ഇല്ലേ? എത്രയോ പേർക്ക് അതെ, ഇതിനിടയിൽ ഡയന തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇല്ലേ, ഈ ഒരു തീർച്ചയായിട്ടും. സമയത്തിൽ. അപ്പൊ അതൊരു പോസിറ്റീവ് കാര്യമാണ്. ഡയനക്ക് എത്ര പേർക്ക് ആ ഒരു ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും, എത്രയോ പേരുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ അപ്പൊ അതൊക്കെ ലൈക്ക് നമുക്ക് കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് റെഡി ആവുണ്ടായിരുന്നു. അപ്പൊ അത് സ്പ്രെഡ് ചെയ്ത് പല ആൾക്കാരുടെ കൂടുതൽ പോവുകയും ചെയ്യും എന്തായാലും. എനിവേ, എന്തായാലും ഡയന ബാക്കി കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുക. ഒരുപാട് പേർക്ക് സന്തോഷമായിരിക്കും കേട്ടോ, ആൻഡ് ഇൻസ്പിറേഷൻ ആയിരിക്കും ഡയനയുടെ ഈ മെസ്സേജസും കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ആൾക്കാർക്ക്. ആൻഡ് ഓക്കെ സർ. അതെ, ഇനി എന്തായാലും ഡയന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കുക. പിന്നെ എന്താ ഡയനയ്ക്ക് അല്ലാതെ എന്തോ പറയാമെന്നല്ലോ, ഫാമിലി ആണെങ്കിലും ഇപ്പൊ ഡയന ഇപ്പൊ പോയി എല്ലാ കാര്യങ്ങളും എല്ലാം സെറ്റിൽ ആയതിനു ശേഷം, കാര്യം അവർ തന്നെ ഓസ്കി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും, സെഷൻസ് കാര്യങ്ങളെല്ലാം അവർ തന്നെ സപ്പോർട്ട് ചെയ്യും. ഡയനയ്ക്ക് വെയിൽസിലാണെങ്കിലും. കാർഡിഫിലാണോ ഡയനയ്ക്ക് ഓക്കെ. കറന്റ് കറന്റ് കാർഡിഫ് ആൻഡ് വെയിൽ ഹെൽത്ത് ബോർഡ് എന്നാണ് എനിക്ക് വന്നേക്കണേ. വന്നിട്ടുണ്ടായിരിക്കും? നോർക്ക റൂട്ട്സ് വഴി തന്നെ. സർ. ഓക്കെ, അതെ. എനിവേ, ഇപ്പൊ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് എന്തായാലും, നമുക്കത് കിട്ടിക്കഴിയുമ്പോൾ അവരെയും കൂടെ ഇൻഫോം ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അപ്പം മറ്റൊരാൾക്ക് ഒരു ഓപ്ഷനായി മാറിക്കോട്ടെ എന്തായാലും, അത്രേ ഉള്ളൂ എന്തായാലും. ഡെഫിനറ്റ്ലി ഒരാളുടെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും കളയില്ല സാർ. അതെ, അപ്പൊ ഞാൻ 100%. CEOs വന്നാൽ അവരെ ഇൻഫോം ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ ഡാന, എനിവേ താങ്ക് യു സോ മച്ച് ഡാന. എന്തുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനിയും എന്തായാലും കാണാം ഓക്കെ. ഉറപ്പായിട്ടും. താങ്ക് യു ഡാന. ഡെഫിനറ്റ്ലി ഓക്കെ, ഡെഫിനറ്റ്ലി താങ്ക് യു സോ മച്ച് സാർ. സാറിനും സാറിന്റെ എൻ്റെ ടീമിനും, ഐ മീൻ നമ്മളെ കാണാത്തവരും ഇതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് സോ പേര്. എൻ്റെ ടീമിനും എൻ്റെ ടെക്നിക്കൽ സൈഡ് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. എന്നെ പോലെ ഓരോ ആളുകൾ ഇപ്പൊ ഓരോ പ്ലേസിൽ എത്തിയിട്ടുണ്ടാവും. അവർക്കും എല്ലാവർക്കും വേണ്ടി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇനി വരാൻ എല്ലാ കുട്ടികൾക്കും താങ്ക് യു. ആൻഡ് എല്ലാവരും ഹോപ്പ് എല്ലാവരും എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എത്തട്ടെ. പ്രാർത്ഥിക്കാം എല്ലാവരെയും ഓർത്ത്. ഉറപ്പായിട്ടും ഡാന, നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗോഡ് ബ്ലസ് ഡാന. ടേക്ക് കെയർ കേട്ടോ. താങ്ക് ഓക്കെ. യു സർ. താങ്ക് യു സർ. സെയിം ടു യു.